ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എമ്പുരാനെ പറ്റിയാണ്. അതിനു മുമ്പ് ഈ ഫ്രാഞ്ചൈസി തുടങ്ങിയത് തന്നെ ലൂസിഫറിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ലൂസിഫർ എന്ന പേരിൻ്റെ അർത്ഥം? ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ലൂസിഫർ എന്നാൽ സാത്താൻ എന്നാണ് പറയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖ. എന്നാൽ ദൈവത്തെ എതിർത്ത എന്ന പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അങ്ങനെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖയായ ലൂസിഫർ ദൈവത്താൽ ശപിക്കപ്പെട്ട് പാതാളത്തിൻ്റെ സാത്താനായി മാറി. ഇത് തന്നെയാണ് ലൂസിഫറിനുള്ളത്. ദൈവത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പാതാളത്തിൻ്റെ സാത്താനായി മാറി, അതായത് അണ്ടർവേൾഡ് ഡോണായി മാറി. ഇത് തന്നെയാണ് നമ്മുടെ ഖുറേഷി അബ്രഹാമായ സ്റ്റീഫൻ്റെയും ജീവിതത്തിലായിട്ട് ലൂസിഫർ എന്ന സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഒരു രാജാവിനേക്കാൾ കൂടുതൽ, ഒരു ദൈവത്തിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അധിപൻ. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ലോർഡ് ഓർ ഓവർലോഡ്. ഇവിടെ ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് PKRനെയാണ്, രാജാവ് ജതിനും. കാരണം ലൂസിഫർ ഫ്രാഞ്ചൈസി എടുത്തു നോക്കിയാൽ PKRനെ ഇവിടെ ദൈവമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജതിൻ ഇവിടെ CM ആണ്, ഒരു ഭരണാധികാരി. ഇവിടെ ഇപ്പോൾ ദൈവവുമില്ല രാജാവുമില്ല, ദൈവവും മരിച്ചു രാജാവും മരിച്ചു, ലൂസിഫർ മാലാഖ മാത്രം പാടി. ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഇനി വരാൻ പോകുന്ന സിനിമയാണ് L3. L3യുടെ ടൈറ്റിൽ എന്താണ്? എമ്പുരാൻ സിനിമയുടെ അവസാനം ഖുറേഷി അബ്രഹാം പറയുന്ന കാര്യമുണ്ട്, കറുത്ത മാലാഖ. ഇവിടെ എമ്പുരാൻ്റെ എൻ ക്രെഡിറ്റ് സീനിൽ ഒരു ഡ്രാഗൻ്റെ ആനിമേഷൻ കാണിക്കുമ്പോൾ ലൂസിഫറിൻ്റെ എൻ ക്രെഡിറ്റ് സീനിൽ എമ്പുരാനെ എന്ന സോങ് വന്ന പോലെ അതുപോലെ ഇവിടെയും മറ്റൊരു സോങ് എമ്പുരാൻ്റെ അവസാനമുണ്ട്. അതിൽ എമ്പുരാനെ എന്നതിന് പകരം മറ്റൊന്നാണ് അസ്രായേൽ. യെസ് ഗൈസ്, L3 ഈസ് ടൈറ്റിൽ ആസ് അസ്രായേൽ. അസ്രായേൽ എന്നതിനെക്കുറിച്ചുള്ള അർത്ഥം ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മോക്ക് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.